ഇപ്പോൾ ശിവഗിരി തീർത്ഥാടന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് വീണ്ടും. ഏക പോംവഴി എന്നുമുള്ള വാദം ശക്തിപ്പെടുന്ന കാലമാണിത്. ഇതിന്റെ മുഖ്യ അടയാളവാക്യമായി അവർ ഉയർത്തിക്കാട്ടുന്നത് ലോകാ സമസ്തോ സുഖിനോ ഭവന്തു എന്ന ആശയവാക്യമാണ്. ലോകത്തിനാകെ സുഖമുണ്ടാവട്ടെ എന്നതാണ് ഇതിന്റെ അർത്ഥം. ഇത് ഒരു വിധത്തിലും എതിർക്കപ്പെടേണ്ടതല്ലല്ലോ. ഏറ്റവും ഉദാത്തമായ ഒരു സങ്കല്പമാണല്ലോ. ലോകത്ത് ഇത്ര ശ്രേഷ്ഠമായ ഒരടയാളവാക്യം മുന്നോട്ട് വെച്ചത് ഹിന്ദുത്വം മാത്രമല്ലേ? ഇതൊക്കെയാണ് ഉയർത്തുന്ന വാദങ്ങൾ. ഈ വാദം ആവർത്തിക്കുന്നവർ ഇതിന് തൊട്ടു മുൻപുള്ള വരി ബോധപൂർവം മറച്ചു വെക്കുന്നുണ്ട്. ഗോ ബ്രാഹ്മണേഭ്യോ ശുഭമസ്തു നിത്യം. ഗോ ബ്രാഹ്മണേഭ്യോ ശുഭമസ്തു നിത്യം. ഇതാണ് തൊട്ടു മുൻപുള്ള ആ വരി. എന്ന് പറഞ്ഞാൽ ഗോവിനും, അതായത് പശുവിനും, ബ്രാഹ്മണനും സുഖമുണ്ടാവട്ടെ എന്നർത്ഥം. ഇതൊന്ന് ചേർത്ത് വായിക്കുക. അങ്ങനെ വന്നാൽ അതിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാകും. പശുവിനും ബ്രാഹ്മണനും സുഖമുണ്ടായാൽ ലോകത്തിനാകെ സുഖമായി. എത്രയധികം ചേർന്നു പോകുന്നു. ലോകാസമസ്തോ സുഖിനോ ഭവന്തു എന്ന സനാതനത്വത്തിന്റെ മുദ്രാവാക്യവും ഇന്നത്തെ പശു കേന്ദ്രീകൃത ബ്രാഹ്മണ കേന്ദ്രീകൃത രാഷ്ട്രീയവും എന്ന് നോക്കുക. അക്കാലത്ത് നിലനിന്ന സാമൂഹ്യ അനീതികളൊക്കെ ഇന്ന് മാഞ്ഞുപോയി എന്ന് കരുതാനാവുമോ? അതൊക്കെ പല രൂപങ്ങളിൽ ഇന്നും നിലനിൽക്കുന്നുണ്ട്. അന്ന് രാഷ്ട്രീയാധികാരത്തിന്റെ രക്ഷാകർതൃത്വം അതിനുണ്ടായിരുന്നു. ആ രക്ഷാകർതൃത്വം ഇന്നുമുണ്ട്. അതുകൊണ്ടാണ് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ, ഗ്രാമങ്ങളിൽ ഇന്നും ദളിതരും പിന്നോക്കക്കാരും ന്യൂനപക്ഷങ്ങളും പീഡിപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് ആ പീഡകരൊക്കെ നിയമവ്യവസ്ഥക്ക് മുന്നിൽ നിന്ന് രക്ഷപ്പെടുന്നത്. അതിനൊക്കെ സംരക്ഷണമേകുന്നവരുടെ വാദമാണ് സനാതന ധർമ്മവാദം. അതായിക്കോട്ടെ. പക്ഷേ ശ്രീനാരായണ തീർത്ഥാടന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ. അദ്ദേഹത്തിന്റെ വാക്കുകൾ തുടരുകയാണ്.